نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون يا أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹാധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളിലേക്ക് കടന്നു വരാനുള്ള റമളാനാകുന്ന അതിഥി, ആ അതിഥിയെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ചില കാര്യങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തിയത്. പരിശുദ്ധ റമളാനിനെ സംബന്ധിച്ചിടത്തോളം ആ റമളാനിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മമാണ് നോമ്പെടുക്കുക എന്നുള്ളത്, സൗമ് എന്നുള്ളത്. എന്തിനാണ് നോമ്പെടുക്കുന്നത്? ഈ ഒരു ചോദ്യത്തിന് ഒരു പക്ഷേ പല മറുപടികൾ ഉണ്ടാവാം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്നതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ, ചില ആളുകളാവട്ടെ സമൂഹത്തിൽ എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട്. ഞാനാകട്ടെ ഒരു മുസ്ലിം എന്ന് അവകാശപ്പെടുന്നവനുമാണ്. പിന്നെ ഞാൻ നോമ്പെടുത്തിട്ടില്ലെങ്കിൽ ആളുകൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും? അതുകൊണ്ട് ആളുകൾക്ക് വേണ്ടി, അവരുടെ തൃപ്തിക്ക് വേണ്ടി നോമ്പെടുക്കുന്നവരുണ്ട്. എല്ലാവരും നോമ്പെടുക്കുന്നു, അതുകൊണ്ട് ഞാനും ഐക്യപ്പെടാം, എല്ലാവരോടും ഞാനും ഐക്യപ്പെട്ടുകൊണ്ട് നോമ്പെടുക്കുന്നു എന്ന് പറയുന്നവരും സമൂഹത്തിലുണ്ട്. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പിന്റെ ആരോഗ്യപരമായ കാര്യത്തെക്കുറിച്ചായിരിക്കും കാര്യമായി പറയാനുണ്ടാകുക. നോമ്പെടുത്തു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും അതിലൂടെ ശാരീരികമായ ആരോഗ്യപരമായ അവസ്ഥകളെക്കുറിച്ചും അവർ വിശദമായി പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നോമ്പെടുക്കുമ്പോൾ അയാളുടെ മനസ്സിലുള്ളത്
തന്റെ ശരീരത്തിന്റെ ഒരു പോഷണം, തന്റെ ശരീരത്തിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞത് ഇപ്രകാരമാണ്: ശരീരത്തിൽ ഇന്ന മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഭക്ഷണത്തിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്, അതുകൊണ്ട് നോമ്പെടുക്കുന്നു. ഈ പറയപ്പെട്ടവരൊക്കെ ഈ സമൂഹത്തിലുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് നോമ്പ് എന്ന് ചോദിച്ചാൽ അത് കേവലം ഒരു കർമ്മമല്ല, മറിച്ച് ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന സമയം മുതൽ അതിൽ എണ്ണപ്പെട്ട ഒരു കാര്യമാണ് നോമ്പെടുക്കുക എന്നുള്ളത്. റമളാനിൽ നോമ്പെടുക്കുക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഫറളാക്കപ്പെട്ട ഒരു കാര്യം, ഇസ്ലാം കാര്യത്തിൽ പെട്ടതാണ്. ഇസ്ലാമിൽ ഏറെ ഗൗരവത്തോടുകൂടി അത് എണ്ണുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് നോമ്പ്? അത് കേവലം ഒരു പട്ടിണി കിടക്കൽ മാത്രമല്ല. പ്രഭാതോദയം മുതൽ അസ്തമയം വരെ നോമ്പ് മുറിയുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മുടെ ഭക്ഷണപാനീയങ്ങളാവട്ടെ, നമ്മുടെ വിചാരങ്ങളാവട്ടെ, എല്ലാത്തിലും ഒരു നിയന്ത്രണം വരുത്തുക. ഇംസാക്ക് എന്നാണ് നോമ്പിന് അറബിയിൽ പറയാം. സൗമ് എന്നുള്ളൊരു പ്രയോഗമുണ്ട്. ഒന്നുകൂടി അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇംസാക്ക്, പിടിച്ചു നിർത്തുക. നമ്മുടെ മുന്നിൽ ഭക്ഷണമുണ്ട്, കഴിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിക്കൂല. നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തലാണ്. അതിയായ ദാഹമുണ്ട്, പക്ഷേ ആ ദാഹം നമ്മുടെ വീട്ടിലുള്ള വെള്ളം കുടിച്ചുകൊണ്ട് തീർക്കുകയില്ല. അവിടെ പിടിച്ചു നിർത്തുകയാണ് മനസ്സിനെ. തന്റെ സമീപത്ത് ഭാര്യയുണ്ട്, ഒരു പക്ഷേ മാനസികമായി കൊണ്ട് അവളോടും ഇരിക്കണമെന്ന്, അവളുമായിട്ട് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ നോമ്പുകാരനാണ്. പിടിച്ചു നിർത്തലാണ്. ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള ഒരു പിടിച്ചു നിർത്തലാണ് നോമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നതെങ്കിൽ ഒരാൾ നോമ്പെടുക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒരു പക്ഷേ പല ഖുതുബകളിലും ക്ലാസ്സുകളിലുമൊക്കെ 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരാൾ നോമ്പെടുക്കുന്നതിലൂടെ അയാൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഖൈറുകൾ, അതൊരിക്കലും ഭൗതികമായി കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല. പാരത്രികമായിട്ടും ഭൗതികമായിട്ടും മതപരമായിട്ടും എല്ലാം അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, എന്തിനാ നോമ്പെടുക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടണം തന്നെയാണ്. നോമ്പെടുക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രത്യേക പരിഗണനയുണ്ട്. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും വിശ്വാസികളോടാണ് ഞാൻ പറയുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് അംഗീകരിക്കുന്നു. എങ്കിൽ ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള, സ്വർഗത്തിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്ന ഒരു വിഭാഗമാണ് നോമ്പുകാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, ഇന്ന ഫിൽ ജന്നതി ബാബാ, തീർച്ചയായും സ്വർഗത്തിൽ ഒരു കവാടമുണ്ട്, ഒരു വാതിലുണ്ട്. യുഖാലു ലഹു റയ്യാൻ, അതിന്റെ പേരാവട്ടെ റയ്യാൻ എന്നാണ്. റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നോമ്പുകാരായ ആളുകളാണ് ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്നത്. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്ത ഒരാളും തന്നെ ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്നതല്ല. എന്നിട്ട് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്ന ഒരു വിളിയാളത്തെ കുറിച്ച് നമുക്ക് ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതാണ്. യുഖാലു ലഹു, അന്നേ ദിവസം യുഖാലു വിളിക്കപ്പെടുന്നതാണ്, ഐന സ്വായിമൂൻ, ഐന സ്വായിമൂൻ, എവിടെയാണ് നോമ്പുകാർ? നോമ്പെടുത്ത ആളുകൾ അവിടെ. ഫയഖൂമൂന, അപ്പോൾ അതാ ആ നോമ്പെടുത്ത ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്ത ഒരാളും ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്നതല്ല. ഫഇദാ ദഖലൂ അഗ്ലഖ, അവരങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉഗ്ലിഖ, അതങ്ങ് ബന്ധിക്കപ്പെടുന്നതാണ്. പിന്നെ ഒരാൾക്കും അതിലൂടെ പ്രവേശിക്കാൻ കഴിയൂല. ഈ ഒരൊറ്റ
ഒരൊറ്റ ഹദീസ് മതി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തിന് ഞാൻ നോമ്പെടുക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം, റയ്യാൻ എന്ന കവാടത്തിലൂടെ എനിക്ക് സ്വർഗപ്രവേശനം നടന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗം കിട്ടുക എന്നുള്ളത് നിസാരമായ ഒരു കാര്യമല്ല. അതിന് കുറച്ച് ത്യാഗങ്ങളുണ്ട്, കുറച്ച് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. ആ സഹനം തന്നെയാണ് നമുക്ക് ജോലി തിരക്കുണ്ടായിട്ടും ആ ജോലിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, കടയാണെങ്കിൽ ആ കട അടച്ചു വെച്ചുകൊണ്ട്, ജോലിയാണെങ്കിൽ നേരത്തെ ഇറങ്ങിക്കൊണ്ട് ഈ ഒരു പള്ളിയിലേക്ക് നമ്മൾ വന്നത്. സ്വർഗമുള്ളത് കൊണ്ടാ, അല്ലാതെ വെറുതെ ഒരു പണിയില്ലാത്തോണ്ട് പള്ളി കയറി വന്നതല്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതുപോലെ സ്വർഗമെന്ന ആ മഹത്തായ അനുഗ്രഹം നമ്മൾ നേടണമെങ്കിൽ നോമ്പുകാർക്ക് അത് നേടുവാൻ സാധിക്കും. അതുമാത്രമാണോ? അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ പരിഗണന. നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേക പരിഗണനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അഥവാ ഖുദ്സിയായ ഒരു ഹദീസ്. അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയാം. എന്താണ് ആ പ്രത്യേകത എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സിയാം ഫഇന്നഹു ലീ വ അന അജ്സി ബിഹി. ആദമിന്റെ പുത്രന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ്. ഇല്ല സിയാം, നോമ്പൊഴികെ, ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്. നാമാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അല്ലാഹ് എടുത്തു പറഞ്ഞൊരു കാര്യം, ബാക്കിയുള്ള ഒരു കർമ്മത്തെ പോലെയല്ല. അതിനർത്ഥം നമ്മൾ നമസ്കരിക്കുമ്പോൾ വേറൊരു പടച്ചോനാണ് നമുക്ക് പ്രതിഫലം തരുന്നത് എന്നല്ല. നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ വേറൊരു റബ്ബാണ് നമുക്ക് പ്രതിഫലം തരുന്നത് എന്നല്ല. എല്ലാ പ്രതിഫലവും അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് ലഭിക്കാനുള്ളത്. പക്ഷേ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്, മറ്റു ഒരു കർമ്മത്തിനുമില്ലാത്ത പ്രത്യേകത. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്, അതെനിക്കുള്ളതാണ്. എന്താണ് അതിന്റെ കാരണം എന്നറിയും? ഈ ഒരു ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, മറ്റ് ഏതൊരു അമലുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാലും അത് വ്യക്തികൾ തമ്മിൽ കാണാനും അറിയാനൊക്കെ കഴിയും. ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ മറ്റൊരാൾക്ക് അറിയാൻ പറ്റും, അയാൾ നിസ്കാരത്തിലാണ്, അയാൾ റുക്കൂയിലാണ്, സുജൂദിലാണ്, അത്തഹിയ്യാത്തിലാണ് ഒക്കെ പറയാം. ഒരാൾ സക്കാത്ത് കൊടുക്കുന്നുവെങ്കിൽ അത് കൊടുക്കുന്നവനും വാങ്ങുന്നവനും അറിയും, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകളെങ്കിലും അറിയും. ഒരാളെ ഹജ്ജ് ചെയ്യുന്നുവെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്കിടയിലാണ് അയാൾ ഹജ്ജ് ചെയ്യുക. എന്നാൽ ഒരാൾ നോമ്പുകാരനാണോ അല്ലയോ എന്നുള്ളത് അയാളും റബ്ബുമല്ലാതെ ഒരാൾക്കും അറിയൂല. ഒരു പക്ഷേ വീട്ടിൽ നിന്ന് അത്താഴം കഴിച്ചുകൊണ്ട് പിന്നെ കുറച്ചു നേരം കിടന്ന് ജോലിക്ക് പോയ ആള് വല്ലാതെ ക്ഷീണം വന്നപ്പോ അയാൾ ഭക്ഷണം കഴിച്ചു. ഭാര്യക്കറിയൂല അയാൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്ന്, ഭർത്താവ് പറഞ്ഞാലേ അറിയുള്ളൂ. നല്ല ക്ഷീണം വന്ന സമയത്ത് ഭാര്യ വീട്ടിലിരുന്നു കൊണ്ട് ആരും കാണാതെ ഭക്ഷണം കഴിച്ചു. അവൾ നോമ്പുകാരിയാണോ അല്ലേ എന്നുള്ളത് അവൾക്കും റബ്ബിനും മാത്രമേ അറിയുള്ളൂ. ഒരാൾക്ക് നല്ല ക്ഷീണമുണ്ട്, നല്ല ക്ഷീണം, പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയമാണ്. നമ്മളിങ്ങനെ ഒന്ന് വന്ന് ഉദുവെടുക്കാൻ വേണ്ടി വെള്ളം ഒന്ന് മുഖത്തേക്ക് തെളിക്കുന്ന സമയത്ത് പോലും, മുഖം കഴുകുന്ന സമയത്ത് പോലും നമുക്ക് വല്ലാത്ത ഒരു സുഖമുണ്ട്. വായിലേക്ക് വെള്ളമാക്കുമ്പോൾ സുഖമുണ്ട്. എന്നാൽ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പുകാരനായിരിക്കെ അവൻ വായിൽ വെള്ളം കുപ്പിക്കുന്ന സമയത്ത് അവന്റെ തൊണ്ടയിലേക്ക് കുറച്ചിറക്കിയാൽ ആരും അറിയൂല, അല്ലാഹ് മാത്രം അറിയും. അല്ലാഹു മാത്രമേ അറിയൂ. അയാൾ നോമ്പെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോമ്പുകാരനായിരിക്കെ വെള്ളം കുടിച്ചു, നല്ല ദാഹം വന്നതുകൊണ്ട് കുറച്ചു കുടിച്ചതാണ്. ഒരുപക്ഷെ ആരും അറിഞ്ഞിട്ടില്ല, തൊട്ടപ്പുറത്ത് മുതുവെടുക്കുന്ന ആള് പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ അല്ലാഹ് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നോമ്പുകാരനായിരിക്കെ വെള്ളം കൊപ്പിളിക്കുന്ന സമയത്ത് പോലും ഒരു സൂക്ഷ്മത. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, നാമാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത്. അല്ലാത്ത വാക്കാണത്. അല്ലാഹ് വെറുതെ പറയല്ല. നോമ്പുകാരനാണോ അല്ലേ എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യം. ചില ആളുകൾ വല്ലാതെ ആവേശത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോ നമ്മൾ പോലും എന്താ അയാൾക്ക് നോമ്പില്ല തോന്നുന്നുണ്ട്. വേറെ ചില ആളുകളുടെ ഇരുത്തം കാണുമ്പോ തോന്നും അയാൾക്ക് ഇന്ന് മുഴുവനായിട്ട് നോമ്പുണ്ട് തോന്നുന്നുണ്ട്. അയാളുടെ ഇരുത്തം കണ്ടിട്ട് നമ്മൾ പറയും അയാളൊരു നോമ്പുകാരനെ പോലെ ഉണ്ട്. പക്ഷെ ചിലപ്പോൾ അയാൾ നോമ്പുണ്ടാവണമെന്നില്ല, നോക്കിയിട്ട് പറയാൻ കഴിയൂല. അത് റബ്ബിന് മാത്രം അറിയുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഒരാൾ നോമ്പുകാരനാകുമ്പോൾ
അയാൾക്ക് മറ്റു കർമ്മങ്ങളെ പോലെയല്ല, കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു കൊടുക്കും. കണക്കില്ലാത്ത പ്രതിഫലം നോമ്പുകാരനായിരിക്കെ അവന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കുണ്ടാകും. നിസാരമായ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു എന്നതിലേക്കല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, കുല്ലു അമൽ ഇബ്നു ആദമ യുളാഅഫുൽ ഹസനതു അശ്റ അംസാലിഹാ ഇലാ 700 ളൈഫിൻ. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ നന്മകൾക്കും, നോമ്പുകാരനല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ നന്മകൾക്കും 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമുണ്ട്. ഒരാൾ സാധാരണ അയാളുടെ പ്രവർത്തനങ്ങളിൽ മറ്റേതൊരു കർമ്മം നോക്കിക്കഴിഞ്ഞാലും ശരി 10 മുതൽ 700 ഇരട്ടി വരെ അയാൾക്ക് പ്രതിഫലമുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഇല്ല സൗം, ഇല്ല സൗം, നോമ്പൊഴികെ ഫഇന്നഹു ലി വഅന അജ്സി ബിഹി. ഈ ഒരു ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ബാക്കിയുള്ള കർമ്മങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ 10 മുതൽ 700 ഇരട്ടിയാണ് പ്രതിഫലമെങ്കിൽ നോമ്പിന്റെ വിഷയത്തിൽ അതല്ല. അല്ലാഹു അതിനേക്കാൾ കൂടുതൽ കൊടുക്കും, അതിനേക്കാൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. അതിന്റെ കണക്ക് അല്ലാഹുക്ക് മാത്രമേ അറിയൂ. കണക്കില്ലാത്ത പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പുകാർക്ക് നൽകുന്നത്. നാലാമത്തെ പ്രത്യേകത, ഒരാൾ നോമ്പുകാരനാകുമ്പോ അയാൾക്ക് സന്തോഷത്തോടെ അല്ലാഹനെ കണ്ടുമുട്ടാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്, നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച, നമുക്ക് മക്കളെ നൽകിയ, നമുക്ക് വീട് നൽകിയ, നമുക്ക് ജീവൻ നൽകിയ നമ്മുടെ റബ്ബിനെ ഒന്ന് കാണണം, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് അല്ലാഹനെ കാണിക്കുക എന്നുള്ളതുണ്ടല്ലോ, അല്ലാഹനെ കാണുക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ചില ഹദീസുകളിൽ കാണാൻ പറ്റും, സത്യവിശ്വാസികൾ ഇങ്ങനെ സ്വർഗത്തിൽ കടന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കും, ഒരു മറക്ക് പിന്നിലായിട്ടാ ചോദിക്കുക, നിങ്ങൾക്കെല്ലാം കിട്ടിയോ? അവർ പറയും, റബ്ബേ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ചോദിക്കും, നിങ്ങൾക്ക് ഇനി വല്ലതും വേണോ? അവർ പറയും, റബ്ബേ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹിജാബിനെ, ആ മറയങ്ങ് നീക്കപ്പെടുന്നതാണ് ഹദീസിൽ കാണാൻ പറ്റും. ആ മറയങ്ങ് നീക്കി അല്ലാഹു അവിടെ അവർക്ക് മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അല്ലാഹുവിനെ അവർക്ക് കാണാൻ പറ്റുന്ന ഒരവസ്ഥ. അതോടുകൂടി വിശ്വാസികൾ അതുവരെ കിട്ടുന്ന അനുഗ്രഹങ്ങളൊന്നും തന്നെ, ഇതൊന്നുമല്ല ഞങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും വലിയ അനുഗ്രഹം റബ്ബിനെ കാണുക എന്നുള്ളതാണ്. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹമായിട്ട് അതുണ്ടാവണം. അത് ഏതെങ്കിലും ഒരു ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിനെ കാണുക എന്നുള്ളതല്ല, അയാളുടെ കൂടെ ഒരു സെൽഫി എടുക്കുക എന്നുള്ളതല്ല, അയാളെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു സ്റ്റാറ്റസ് ഇടലല്ല, മറിച്ച് രാജാതിരാജനായ ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവായ റബ്ബിനെ കാണുക. അത് വെറുതെ കിട്ടുന്നതല്ല. അത് കിട്ടുന്ന ഒരു പ്രവർത്തനം എന്താന്ന് വെച്ചാൽ നോമ്പെടുക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, ലിസ്വാഇനി ഫർഹതാൻ, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം 2 സന്തോഷങ്ങളുണ്ട്. ഒന്ന് ദുനിയാവിലെ സന്തോഷമാണ്, മറ്റൊന്ന് പരലോകത്തിലെ സന്തോഷമാണ്. നോമ്പുകാർക്ക് 2 സന്തോഷങ്ങൾ. ഒന്നാമത്തെ സന്തോഷം ദുനിയാവിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ അവൻ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം. ആ നോമ്പ് തുറക്കുന്ന സമയത്ത് അത്ര നേരം അയാൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും ദാഹിച്ചവശനായി വിശന്നിരിക്കുന്ന സമയത്ത് അവൻ വെള്ളം കുടിക്കുമ്പോ, അവൻ ഭക്ഷണം കഴിക്കുമ്പോ അവനുണ്ടാകുന്ന ഒരു സന്തോഷം. രണ്ടാമത്തെ സന്തോഷം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, അവൻ നോമ്പെടുത്ത കാരണത്താൽ നാളെ പരലോകത്ത് അവന്റെ റബ്ബിനെ കാണുക എന്നുള്ളതാണ് അവന്റെ രണ്ടാമത്തെ സന്തോഷം. അല്ലാഹു ആ വിഭാഗത്തെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളെ മനസ്സിലുണ്ടാവണം, ഒരു നോമ്പെടുക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലുണ്ടാവണം, റബ്ബേ ഈ നോമ്പിലൂടെ നാളെ പരലോകത്ത് തന്നെ കാണാനുള്ളൊരു തൗഫീഖ് എനിക്ക് നൽകണം. അങ്ങനത്തെ ഒരു പ്രാർത്ഥന ഉണ്ടാവണം പ്രിയപ്പെട്ടവർ. അല്ലാതെ ഇങ്ങനെ പേരിനിങ്ങനെ എടുത്തു പോകുക എന്നുള്ളതല്ല. അഞ്ചാമത്തെ കാര്യം, ഒരാൾ നോമ്പെടുക്കുന്നതിലൂടെ നരകത്തിൽ നിന്നും അവനെ അകറ്റി നിർത്തപ്പെടും. നരകത്തിൽ നിന്നും അവൻ അകറ്റി നിർത്തപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു നോമ്പെടുത്തു കഴിഞ്ഞാൽ അവന്റെ മുഖത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ തൊട്ട് 70 വർഷത്തെ വഴി ദൂരത്തേക്ക് മാറ്റുന്നതാണ്.
ഒരു നോമ്പെടുത്തു കഴിഞ്ഞാൽ 70 വർഷത്തെ വഴി ദൂരത്തേക്ക് മാറ്റും. ഒറ്റ നോമ്പിന്. ഒരാളെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടാണ്. എത്രത്തോളം അയാൾ നോമ്പെടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുകൊണ്ട് അയാൾക്ക് ഈ ഒരു അനുഗ്രഹം ലഭിച്ചുകൊണ്ടേയിരിക്കും. 6ാമത്തെ വിഷയം, പരലോകത്ത് നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ പറയും. നോമ്പ് സാധാരണമല്ല. നോമ്പ് പ്രത്യേകമായ ശുപാർശ പറയുന്ന രംഗങ്ങളെ കുറിച്ച് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസ്സിയാമു വൽ ഖുർആനു യശ്ഫആനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് ഖുർആനും നോമ്പും ശുപാർശ പറയുന്നതാണ്. ഖുർആനും ശുപാർശ പറയും, നോമ്പും ശുപാർശ പറയും. എന്താണ് നോമ്പിന്റെ വാക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്സിയാം ഐ റബ്ബ് മനഅതു അത്'ആമ വശഹവാത ബിന്നഹാർ ഫശഫ്ഇനി ഫീ. നോമ്പ് പറയും, റബ്ബേ ദാ ഇന്നാലിന്ന അടിമല്ലേ, അയാള് നോമ്പെടുത്തിട്ട് അയാളുടെ കുറെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്, അയാളുടെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, അയാൾ നോമ്പുകാരനായിരുന്നു റബ്ബേ, അവന്റെ പകലുകളിൽ അവൻ നോമ്പെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഫശഫ്ഇനി ഫീ, എന്റെ ശഫാഅത്ത് അവന് നീ നൽകണം. ഈ ഒരു നിലക്ക് നോമ്പ് പറയുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നോമ്പ് എങ്ങനെയാ സംസാരിക്കുക? ഖുർആൻ എങ്ങനെയാ സംസാരിക്കുക? എന്താണ് അവരുടെ സംസാരത്തിന്റെ ശൈലി? ഏത് രൂപത്തിലാണ് സംസാരിക്കുക? ഒന്നും നമുക്കറിയൂല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്ത് സംസാരിക്കും. നമ്മുടെ കൈകൾ സംസാരിക്കുമെന്ന് ഖുർആനിലുണ്ട്, കാലുകൾ സാക്ഷി നിൽക്കുമെന്ന് ഖുർആനിലുണ്ട്. എങ്കിൽ നാവ് കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിവുള്ള റബ്ബിന് കൈകൊണ്ട് സംസാരിക്കാനും നോമ്പിനെ കൊണ്ട് സംസാരിപ്പിക്കാനും ഖുർആനിനെ കൊണ്ട് സംസാരിപ്പിക്കാനും റബ്ബിന് കഴിവുണ്ട്. അതാണ് നമ്മുടെ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. 7ാമത്തെ കാര്യം, ഒരു മനുഷ്യൻ നോമ്പുകാരനായിരിക്കുമ്പോ അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നുള്ളതാണ്. ഒരുപാട് തവണ നമ്മൾ വിശദീകരിച്ച ഒരു ഹദീസാണ്. ഒരാൾ നോമ്പെടുക്കുന്നതിലൂടെ അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സാമ റമദാൻ ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിൽ നോമ്പെടുക്കുകയാണെങ്കിൽ വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ജീവിതത്തിൽ കടിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഒരാൾ നോമ്പുകാരനായിരിക്കെ അവന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. പക്ഷേ 2 നിബന്ധനകളുണ്ട്. ഈമാനൻ വഹ്തിസാബ, വിശ്വാസം ഉണ്ടാവണം. അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്താലേ കാര്യമുള്ളൂ. അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ചെയ്തതുകൊണ്ട് കാര്യമില്ല. അല്ലാഹുവിൽ യാതൊരു വിശ്വാസമില്ലാതെ ചില ആളുകൾ ഇങ്ങനെ നോമ്പെടുക്കുന്നുണ്ടാകും. അവരുടെ ആരോഗ്യ സംരക്ഷണം എന്ന പേരിൽ, അല്ലെങ്കിൽ ഐക്യപ്പെടുക എന്ന പേരിൽ, അല്ലെങ്കിൽ വേറെ പല ഉദ്ദേശത്തിലും നോമ്പെടുക്കുന്നവരുണ്ടാകും. പക്ഷേ വിശ്വാസികളുടെ കാര്യത്തിലാണുള്ളത് ഈമാൻ ഉണ്ടാവണം എന്നുള്ളത്. അതാണ് പ്രത്യേകിച്ചിട്ട് എടുത്തു പറയുന്നതും. ഇനി 8ാമത്തെ കാര്യം, ഒരാൾ നോമ്പുകാരനായിരിക്കെ ഒരാൾ നോമ്പെടുക്കുന്നതിലൂടെ അവന് തഖ്വ കൈവരിക്കാൻ പറ്റും, തെറ്റുകളെന്ന് വിട്ടു നിൽക്കാൻ പറ്റും. അത് വല്ലാത്ത ഒരു തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞു, എന്തിനാണ് നോമ്പ്? അത് ഒരിക്കലും ഒരു മനുഷ്യന്റെയും തടി കുറക്കാൻ വേണ്ടിയോ അവന്റെ കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ അവനെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയോ ഒന്നുമല്ല. അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പിനാ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാവാൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരാൾ എന്തിനാ നോമ്പെടുക്കണമെന്ന് വെച്ചാൽ പട്ടിണി കിടക്കാനെന്നല്ല, പട്ടിണി കിടക്കാനെന്നല്ല, അയാൾക്ക് നോമ്പിലൂടെ മാറ്റങ്ങൾ ഉണ്ടാവണം. അയാളുടെ എല്ലാ മേഖലകളിലും ആ മാറ്റം ഉണ്ടാവണം. അതുകൊണ്ടാണ് എന്താണ് തഖ്വ എന്ന ചോദ്യം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും തമ്മിലുള്ള സംസാരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? ഹൽ അഗൽത ത്വരീഖൻ ദാ ശൗഖ, മുള്ളുള്ള ഒരു വഴിയിലൂടെ നീ പ്രവേശിച്ചിട്ടുണ്ടോ എന്നാ. മുള്ളുള്ള ഒരു വഴിയിലൂടെ ഒരാൾ പ്രവേശിക്കുന്നുവെങ്കിൽ എത്രത്തോളം അയാൾ ശ്രദ്ധിക്കും.
എത്രത്തോളം അയാൾ ശ്രദ്ധിക്കും? അയാളുടെ ഓരോ കാലടി വെക്കുന്ന സമയത്തും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വെക്കും. നമ്മുടെ വീട്ടില് അടുക്കളയിലുള്ള ഗ്ലാസ് ഒന്ന് പൊട്ടി, അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ നിന്ന് ഗ്ലാസ് ഒന്ന് പൊട്ടി, അതിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് എങ്ങനെയാ പോവുക? അതന്നെയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഓരോ കാലും വെക്കുന്ന സമയത്ത് ഓരോ കാലടി വെക്കുമ്പോഴും ശ്രദ്ധിച്ചും സൂക്ഷിച്ചു നിൽക്കും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അതാ. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ശ്രദ്ധ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവണം, അവന്റെ സംസാരത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത്, നോമ്പ് ഒരു പരിചയാണ്. 9ാമത്തെ കാര്യം, നോമ്പ് ഒരു പരിചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, വസ്സിയാമു ജുന്ന, നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പരിചയാണ്. കജുന്നതി അഹദികും മിനൽ ഖിതാൽ, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പരിചയില്ലേ, അതുപോലെ ഒരു പരിചയാണ്. നോമ്പ് പരിചയാകുന്നത് എപ്പോഴാ? അവന്റെ കണ്ണിന്റെ വിഷയത്തിൽ പരിചയാണ്. കാണാൻ പാടില്ലാത്തത് നോക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, പറയാൻ പാടില്ല. പ്രത്യേകിച്ച് നോമ്പുകാരൻ ചില കാര്യങ്ങൾ എപ്പോഴും നമുക്ക് ഹറാം തന്നെയാണ്. എന്നാൽ നോമ്പുകാരന് പ്രത്യേകം ഹറാം, ഗൗരവം കൂടുതലാണ്. അതുകൊണ്ടല്ലേ ഒരാളുടെ നാവിനെ നിയന്ത്രിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ നോമ്പുകാരനാണ്, മറ്റൊരാൾ ഇയാളെങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, ഇയാളോട് വഴക്കിടണം. അപ്പൊ നോമ്പുകാരൻ പറയണം, ഇന്നീ അന സ്വാഇം, ഞാൻ നോമ്പുകാരനാണ്. അയാൾ മാറി നിൽക്കണം, അവിടുന്ന് അയാൾ മാറി നിൽക്കണം. ചില ആളുകൾ നോമ്പുകാരനാണെന്ന് പറയുന്നിട്ട് നോമ്പ് തുറന്നിട്ട് മറുപടി കൊടുക്കും. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നോമ്പ് തുറന്നിട്ട് മറുപടിയില്ല, ക്ഷമിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പ്രതിസന്ധികൾ അയാൾക്കുണ്ടെങ്കിലും ശരി, അവിടെ ക്ഷമിച്ചുകൊണ്ട് അവന്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ അവൻ കഴിയണം, അവന്റെ നാവിനെ നിയന്ത്രിക്കാൻ അവന് കഴിയണം, അവന്റെ കയ്യിനെ നിയന്ത്രിക്കാൻ അവന് കഴിയണം. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് പല ആളുകളും നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമയം കൊല്ലിയാകാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യും. നോമ്പില്ലേ? നോമ്പുണ്ട്, നോമ്പെടുത്തിട്ട് സമയം പോണില്ല, അതുകൊണ്ട് ഫോണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ചില ആളുകൾ കളി കാണാൻ പറ്റുമെന്നോ ചോദിക്കും. കളി കാണാൻ പറ്റും. പല കളികളും ഇങ്ങനെ തുടങ്ങും. പ്രത്യേകിച്ച് നോമ്പാകുമ്പോ പലതും തുടങ്ങും. കാരണം മുസ്ലിമിന്റെ ഈമാനിനെ ഇല്ലാതാക്കാൻ വേണ്ടി, അവന്റെ കർമ്മങ്ങൾ കുറക്കാൻ വേണ്ടി പലരും പരിശ്രമിക്കും. ഞാനതിന്റെ ഭൗതിക തലങ്ങളിലേക്കല്ല പോകുന്നത്. വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ സമയം അതിനുള്ളതല്ല പ്രിയപ്പെട്ടവരെ. സമയം കളയാനില്ല. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം എണ്ണിച്ചുട്ട അപ്പം പോലെ ഒരു 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം, അതൊക്കെ പെട്ടെന്ന് വരും ചെയ്യും, പെട്ടെന്ന് പോകും ചെയ്യും. അവിടെ നമുക്ക് കളയാനില്ല. ഒരു നിമിഷം പോലെ ഞാൻ വെറുതെ ഒരു തമാശക്ക് വേണ്ടി പറയാൻ കഴിയൂല. കാരണം അത് കഴിഞ്ഞ പിന്നല്ല. ആ റമദാൻ കഴിഞ്ഞ പിന്നെ അടുത്ത റമദാനിലേക്ക് നമ്മൾ എത്ര ആളുണ്ടാവും? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ എത്ര ആളുകൾ ഉണ്ടാകും റമദാനിൽ, അടുത്ത ഒരു റമദാനിൽ? ഈ റമദാനിനെ നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല. ഒരു പക്ഷേ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് കിട്ടിയെന്ന് തന്നെ വിചാരിച്ചോ? ഈ ഒരു റമദാൻ നമുക്ക് കിട്ടിയെന്ന് തന്നെ വിചാരിച്ചോ? റമദാൻ കഴിഞ്ഞ് പെരുന്നാളിന്റെ അന്ന്, റമദാനിന്റെ എല്ലാ ദിവസവും നോമ്പെടുത്തു, തറാവീഹ് നമസ്കരിച്ചു, എല്ലാം ചെയ്തു. പെരുന്നാളിന്റെ അന്ന് പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈദ്ഗാഹിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ മരണമെങ്കിലോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എങ്കിൽ ഈ ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണ്. അതല്ലേ നോമ്പിന്റെ വിഷയത്തിലൊക്കെ എടുത്തു പറഞ്ഞത്, റമദാനിന്റെ വിഷയത്തിൽ എടുത്തു പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. നമുക്ക് അവസരങ്ങൾ പടച്ചോണ്ടിരിക്കണം. അവിടെ പ്രിയപ്പെട്ടവരെ, സമയം കൊല്ലികളാകാൻ നമുക്ക് പറ്റൂല, ഇല്ലാതാക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഉള്ള സമയം കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. 10ാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുള്ള പക അതില്ലാതാക്കാൻ പറ്റും. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുള്ള വിദ്വേഷവും പകയും ഇല്ലാതാക്കും. അതിങ്ങനെ പെരിപ്പിക്കാൻ കഴിയൂല. ഹദീസിൽ കാണുവാൻ സാധിക്കും, സൗമു ശഹ്രി സബ്ർ, സബറിന്റെ മാസം അഥവാ നോമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിലെയും 3 ദിവസത്തിലെ നോമ്പും എന്ന് പറഞ്ഞാൽ നെഞ്ചിലുള്ള പകയൊക്കെ ഇല്ലാതാക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ ഓരോ പുണ്യങ്ങളും 10 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ 10 കാര്യങ്ങളും നമ്മൾ ഒരു ദിവസം നോമ്പെടുക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ വരണം. ഞാൻ കേവലം ഒരു കർമ്മം ചെയ്യല്ല, വെറുതെയല്ല എന്റെ നോമ്പ്. എനിക്ക് ഈ പറയപ്പെട്ട ഓരോ കർമ്മങ്ങളും ഓരോ പ്രതിഫലങ്ങളും എനിക്ക് നേടിയെടുക്കാറുണ്ട് എന്ന ബോധ്യത്തോടു കൂടി തന്നെ
നോമ്പെടുക്കാനും നോമ്പിനെ സ്വീകരിക്കാനും നോമ്പിലൂടെ നീങ്ങുവാനും റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന് പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. നമ്മളൊരു പൊതുസമൂഹത്തിലാണ് ജീവിക്കുന്നത്. ആ പൊതുസമൂഹത്തിൽ മുസ്ലിം അല്ലാത്തവരും മുസ്ലിമായവരും ഉണ്ട്. മുസ്ലിമീങ്ങളിൽ തന്നെ ദീനിനെ കുറിച്ച് പഠിച്ചവരും അല്ലാത്തവരുമുണ്ട്. ഈ പൊതുസമൂഹം ഇസ്ലാമിനെ വിലയിരുത്തുന്നത്, ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും. അവർ ഒരിക്കലും ഖുർആൻ വായിച്ചുകൊണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിച്ചുകൊണ്ടോ അല്ല ഇസ്ലാമിനെ മനസ്സിലാക്കുക. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാക്കുകളാവട്ടെ, പ്രവർത്തനങ്ങളാവട്ടെ, ഇടപെടലുകളാവട്ടെ, അത് പണ്ഡിതന്മാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പറയേണ്ടതാണ്. ഞാൻ ഇങ്ങനെ ഒരു ആമുഖം പറയാനുള്ള കാരണം, 2-3 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കാര്യമായ ചർച്ചയാണ്. ഒരു പ്രായമായ ഉമ്മ ഒരു യാത്ര പോയി. അവർ ആ ഒരു യാത്ര അതൊരു റീലാക്കി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവര് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടും അതിന്റെ കമന്റ് ബോക്സിലൊക്കെ പലരും പലതും പറഞ്ഞു. എന്നാൽ ആ ചർച്ച ഇപ്പോൾ എത്തി നിൽക്കുന്നത് കേവലം ആ ഒരു ഉമ്മയിൽ മാത്രം ഒതുങ്ങേണ്ട ചർച്ച ഇന്ന് ഒട്ടുമിക്ക മലയാള ചാനലുകളിലും അവരുടെ പ്രത്യേകമായ ചർച്ചയായി മാറാൻ ചില കാരണമുണ്ട്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ അപക്വമായ ഇടപെടലുകളായി, അല്ലെങ്കിൽ ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ചില സംസാരങ്ങളായിരിക്കാം. ഈ ഒരു ഉമ്മയുടെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അതിന്റെ ചർച്ചകളെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഈ ചർച്ച പോയി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റൂല, അല്ലെങ്കിൽ എല്ലാ സമയത്തും ദിക്റും സ്വലാത്തുമായിട്ട് ഇരിക്കണം എന്ന തരത്തിലുള്ള ഒരു വാക്ക്, അതിനെയാണ് പല ആളുകളും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വല്ലാതെ തീവ്രമായി കൊണ്ട് ഇത്തരത്തിൽ പറയുന്നവരുണ്ട്. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു സമ്പ്രദായം തന്നെ ഇല്ല, ഇദ്ദ എന്ന് പറയുന്ന ഒന്നേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് സോഷ്യൽ, ഞാനും ഒരു സോഷ്യലാണ്, ഞാനും സമൂഹത്തിന്റെ കൂടെയാണ്, സമൂഹത്തിന് ഇഷ്ടം എങ്കിൽ എനിക്കും ഇഷ്ടം, സമൂഹത്തിന്റെ താല്പര്യം അതെന്റെ താല്പര്യം, ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് ഒരു മുസ്ലിം എന്ന നിലക്ക് ഇസ്ലാമിന്റെ നിലപാടാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആളുകൾ എന്തു പറഞ്ഞു എന്നുള്ളതോ, പണ്ഡിതന്മാർ എന്തു പറഞ്ഞു എന്നുള്ളതോ, പുരോഹിതന്മാർ എന്തു പറഞ്ഞു എന്നുള്ളതോ അല്ല. ഇസ്ലാമിൽ എന്താണ് ഈ വിഷയത്തിലുള്ളത്? ഇസ്ലാമിൽ ഇദ്ദ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ഇദ്ദ നമ്മുടെ നാട്ടിൽ പൊതുവെ ഇദ്ദ ഇരിക്ക എന്നാണ് പറയാറുള്ളത്. ഇദ്ദ ഇരിക്കലല്ല, ഇദ്ദ ആചരിക്കല. എന്താണ് ഇദ്ദ എന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവ് മരണപ്പെടുകയോ അല്ലെങ്കിൽ ത്വലാഖ് ചൊല്ലപ്പെടുകയോ ഇവർ വിവാഹമോചനം നേടിയെടുക്കുകയോ ചെയ്താൽ അവർക്ക് തുടർന്നൊരു വിവാഹം, ഒരു പുനർവിവാഹം നടക്കുന്നതിന് മുമ്പായി കുറഞ്ഞ കാലക്കാലം അവരൊന്ന് മാറിയിരിക്കണം. മാറിയിരിക്കുക എന്ന് പറയുമ്പോൾ അവർ കുറച്ച് ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഒരു നിശ്ചിത കാലം കാത്തിരിക്കണം. അതിനാണ് ശരിക്കും ഇദ്ദ എന്ന് പറയുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് ഇദ്ദ എന്ന് പറഞ്ഞാൽ അത് എന്തോ വലിയ ഒരു കാര്യമായിക്കൊണ്ട് ചില ആളുകൾ കൊണ്ട് നടക്കുന്നു. എത്രത്തോളം എന്നാൽ, ഇദ്ദ ആചരിക്കുന്ന സ്ത്രീക്ക് പ്രത്യേകം വസ്ത്രമുണ്ട്, ഒരു വെള്ള ധരിച്ചുകൊണ്ടായിരിക്കണം, അതിൽ കുടുംബക്കാര് പ്രത്യേകം അവരെ കുളിപ്പിക്കുന്നൊരവസ്ഥ, അതേപോലെ തന്നെ പ്രത്യേകം വസ്ത്രം ഉടുപ്പിക്കുന്നൊരവസ്ഥ, പ്രത്യേകം റൂമിലേക്കാക്കുന്നൊരവസ്ഥ, അവിടുന്ന് പിന്നെ പുറത്തേക്ക് ഒരിക്കലും വരാൻ പറ്റാത്ത രൂപത്തിലിരിക്കുക. ഇങ്ങനെയൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇദ്ദയുണ്ട്. ഏതൊക്കെ രൂപത്തിലാണ് ഇദ്ദയുള്ളത്?
എല്ലാവർക്കും ഒരേപോലെയല്ല. എല്ലാവർക്കും ഒരേപോലെയല്ല. പൊതുവെ രണ്ട് തരത്തിലാണ് ഉണ്ടാവാറുള്ളത്. ഭർത്താവ് മരണപ്പെട്ടവരും അതുപോലെ തന്നെ ഭർത്താവ് ത്വലാഖ് ചൊല്ലിയവരും. വേറെ ചില ആളുകളാവട്ടെ സ്ത്രീകൾക്ക് ഖുൽഉ ചെയ്യാമെന്നുണ്ട്. തന്റെ ഭർത്താവിന്റെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല, അയാളുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ വീണ്ടും തെറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ തന്റെ ഈമാൻ നഷ്ടപ്പെടും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആ ഭർത്താവിനോട് വിവാഹമോചനം ആവശ്യപ്പെടാം. അതിനാണ് ഖുൽഉ എന്ന് പറയാം. അതും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചു കാലം, അവൾ ഒരു നിശ്ചിത കാലം ഒന്ന് മാറി നിൽക്കണം. അതെല്ലാവർക്കും ഒരേപോലെയല്ല. ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം അവൾ പ്രസവിക്കുന്നത് വരെയാണ്. 9ാമത്തെ മാസത്തിലാണ് ഭർത്താവ് ത്വലാഖ് ചൊല്ലിയത്. ത്വലാഖ് ചൊല്ലി അടുത്ത ആഴ്ച അവൾ പ്രസവിച്ചു എങ്കിൽ അവളുടെ ഇദ്ദാകാലം കഴിഞ്ഞു. അതല്ല 1ാമത്തെ മാസം അല്ലെങ്കിൽ 2ാമത്തെ മാസമാണെങ്കിൽ പ്രസവിക്കുന്നത് വരെ അവൾ ഇദ്ദ ആചരിക്കണം. അതാണ് ഗർഭിണികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതേപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടായ ആളുകൾക്കുള്ള ഇദ്ദയല്ല ഇല്ലാത്ത ആളുകൾക്കുള്ളത്. ഭർത്താവ് മരണപ്പെട്ടവർക്കുള്ള അതേ ഇദ്ദയല്ല ഭർത്താവ് ത്വലാഖ് ചൊല്ലിയ പെണ്ണിനുള്ളത്. വ്യത്യസ്തമാണ്. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ഇദ്ദയുടെ കാലാവധി നോക്കിക്കഴിഞ്ഞാൽ 4 മാസവും 10 ദിവസവും. അതാണ് ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അറബ് മാസം നോക്കിയിട്ടാണ് കണക്കൂട്ടുക. അല്ലാതെ ജനുവരി ഫെബ്രുവരി അല്ല. അറബ് മാസം നോക്കിയിട്ട് 4 മാസവും 10 ദിവസം. അതാണ് മാക്സിമം. പിന്നെ ഈ പറയപ്പെട്ട ഗർഭിണികളുടെ വിഷയം, അത് കഴിഞ്ഞാൽ അവർക്ക് വേറെ ജീവിതം നോക്കാം, അവർക്ക് വേറെ വിവാഹം കഴിക്കാം. അതൊന്നും സമൂഹം ഒരു തെറ്റായി കാണാനും പാടില്ല. കാരണം അത് അവർക്കുള്ള അവകാശമാണ്. അവർക്ക് വേണമെങ്കിൽ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു വിവാഹം വേണമെന്ന് അവർക്ക് പറയാം. അതൊന്നും ഒരു തെറ്റായി കാണാൻ പാടില്ല. ഞാനിത് പറയുന്നത് ഇന്ന് പല ആളുകളും വിശദീകരിച്ച് കല്യാണം കഴിഞ്ഞ പെണ്ണ് പിന്നെ ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല, അവൾക്ക് ഒരു സുഖമോ അല്ലെങ്കിൽ സന്തോഷമോ കുടുംബത്തിന്റെ കൂടെ പോലും ഇറങ്ങാൻ പാടില്ല എന്നൊന്നും പറയുന്നത് ശരിയല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇനി അതേപോലെ തന്നെ മറ്റു ചില ആളുകളാണെങ്കിലോ ഇങ്ങനത്തെ ഒരു ആചാരം തന്നെയല്ല, അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിന്റെ ആയത്തിനെ നിഷേധിക്കാം. ഖുർആനിന്റെ ആയത്താണ് ഈ പറഞ്ഞത്. ഖുർആനിന്റെ ആയത്തുകളിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നുള്ളത്, എന്തുകൊണ്ട് ഈ ഇദ്ദയുണ്ട്, അതൊക്കെ വിശദീകരിക്കപ്പെട്ടതാണ്. നമ്മുടെ സമയം അതിനുള്ളതല്ല എന്നുള്ളത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിവില്ലാത്ത കാര്യങ്ങൾ കഴിയുന്നതും നമ്മൾ പറയാതിരിക്കാം. പ്രത്യേകിച്ച് മതവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ അതിലൊക്കെ ചർച്ചയിൽ ഇടപെടുകയും പലപ്പോഴും പലർക്കു വേണ്ടിയും നമ്മൾ കമന്റ് അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് പിന്നീട് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വരികയാണ്. എല്ലാ വർഷവും നമ്മുടെ ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇഫ്താറുകൾ സംഘടിപ്പിക്കാറുണ്ട്. എന്താണ് ഒരാൾ ഇഫ്താർ നടത്തുന്നതിലൂടെ അയാൾക്ക് നേടിയെടുക്കാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, മൻ ഫത്തറ സ്വാഇമ, ആരെങ്കിലും ഒരു നോമ്പിലുള്ള ഒരാളെ നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ കാന ലഹു മിസ്ലു അജ്രിഹി, ആ നോമ്പെടുത്തവന്റെ അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവനുണ്ട്. അതിൽ നിന്ന് ഒന്നും കുറയാതെ, ഒട്ടും കുറയാതെ അയാൾക്കും കിട്ടും. മഹാനായ ഇമാം ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരാൾ അങ്ങനെ നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ ഫജ്തഹിദ് അൻ തസൂമ റമളാന 60 യൗമ, നിനക്ക് 60 ദിവസത്തെ നോമ്പെടുക്കാൻ പറ്റും നീ ദിവസേന ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ. ഒരാളെ നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ ആ 30 ദിവസം നീ എടുത്ത പ്രതിഫലമുണ്ട്, മറ്റുള്ള ഒരാളെ നോമ്പ് തുറപ്പിച്ച പ്രതിഫലമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ ഒരു അവസരം നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ ഉണ്ട് എന്നതുകൂടി മനസ്സിലാക്കുക. നമ്മൾ നോമ്പ് തുറപ്പിക്കാനും മറ്റുള്ള അതിന്റെ അനുബന്ധ കാര്യങ്ങൾക്കും വേണ്ടി 6000 രൂപയാണ് ഇവിടെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും പല ആളുകളും കൊടുത്തിട്ടുണ്ടാകും. നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഒരു ദിവസമെങ്കിലും ഞാനത് നോമ്പ് തുറപ്പിക്കും. അതിലൂടെ എനിക്കും ഒരുപാട് പ്രതിഫലം. ഒരുപാട് ആളുകൾ, ഈ ചുറ്റുഭാഗത്തുള്ള ഒരുപാട് കച്ചവടക്കാരായ ആളുകളും അല്ലാത്തവരുമൊക്കെയായി പലരും നോമ്പ് തുറക്കാൻ വരാറുണ്ട്. അവരുടെയൊക്കെ നോമ്പിന്റെ പ്രതിഫലം അയാൾക്ക് എത്രയാണോ അള്ള കൊടുക്കുന്നത് അത് ഇന്ന് ഒട്ടും കുറയാതെ നമുക്കും നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു പുണ്യം കൂടി നമ്മൾ കരസ്ഥമാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ.
ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Peace Radio. Tune to reality.